ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻസ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണല്ലേ. നമ്മുടെ പർച്ചേസ് ഒരു ഭാഗം വരെ വലിയ കുഴപ്പമില്ലാതെ പോകും. പിന്നെ യൂണിഫോം ദാറ്റ് വിൽ ഓൾസോ ബി ഫൈൻ. പക്ഷെ ഈ ബാക്ക് ടു സ്കൂളില് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവുന്ന കുറച്ച് ഏരിയ എന്ന് പറയുന്നത് റൂട്ടീനും ഉറക്കം, സ്ക്രീൻ ടൈം എല്ലാം പഴയതുപോലെ ഒരു ഓർഡിനറി ഒരു സ്പേസ് നല്ല സ്ട്രക്ചർ ആയിട്ട് വരാൻ നമുക്ക് കുറച്ച് സമയമുണ്ട്. ബാക്ക് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കൺസേൺ ആവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഐ തോട്ട് ഐ വുഡ് ഷെയർ ദാറ്റ് വിത്ത് യു. നമുക്ക് ഒരുമിച്ച് എങ്ങനെ എന്ത് നാവിഗേറ്റ് ചെയ്ത് പോവാം നോക്കാം. ഞാൻ എങ്ങനെയാ അതിനെ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് ഐ ടെൽ യു. ഇഫ് യു ഹാവ് എനി ഐഡിയാസ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമാണ്. രാവിലെ 7 മണിക്ക് ബസ് വരുന്ന കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പേരൻസിന്, പ്രത്യേകിച്ച് അമ്മമാർക്ക് രാവിലെ നേരത്തെ എണീറ്റ് ചെയ്യേണ്ടി വരില്ലേ കുറെ കാര്യങ്ങൾ. രാവിലെ 7 മണിക്ക് തന്നെ ബസ് വരുന്നോണ്ട് നമ്മൾ അമ്മമാർക്കാണ് കുറച്ചും കൂടി ടാസ്ക് ഉള്ളത്. നമുക്ക് കുറച്ച് വെളുപ്പിനെ എണീക്കേണ്ടി വരും. ലഞ്ച്, സ്നാക്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിപ്പിച്ചിട്ട് വേണം പിള്ളേരെ വിടാൻ. ചില സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണെങ്കിലും. അപ്പം എന്റെ വലിയ കൺസേൺ വരാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ഉറങ്ങുന്ന സമയത്തിനെ ഒന്ന് മാറ്റണം എന്നുള്ളതാണ്. ഓക്കെ, രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വേണം പിടിക്കാൻ. എപ്പോ ലേറ്റ് നൈറ്റ് ആയിട്ടാണെങ്കിലും ഏർലി മോർണിംഗ് ഉറങ്ങുന്ന ആൾക്കാരുടെ ഉണ്ട് കേട്ടോ, ടി വി എല്ലാം കണ്ടിട്ട് അതൊന്ന് മാറ്റി ഒരു പതുക്കെ സ്ട്രക്ചർ ചെയ്ത് ഒരു 15-20 മിനിറ്റ് ഒരു ദിവസം പതുക്കെ. ഇപ്പൊ ഇന്ന് 11 മണിക്ക് ഉറങ്ങുന്ന ആൾക്കാർക്ക് 10:30 ഉറങ്ങാൻ തുടങ്ങാം, പിന്നെ 10 മണി, അങ്ങനെ പതുക്കെ നമുക്കൊരു 8:30-9 നമ്മള് അല്ലെ അറ്റ്ലീസ്റ്റ് 10 നമുക്ക് ഉറങ്ങാൻ പറ്റും. എന്നാൽ മാത്രമേ അതനുസരിച്ച് നമുക്ക് മക്കളെ ഉറക്കാൻ പറ്റുള്ളൂ. അതേപോലെ രാവിലെ എണീക്കുമ്പോൾ 7 മണിക്ക് ഇപ്പൊ എണീക്കുന്ന ഒരാൾക്ക് ഒറ്റ എണീറ്റ് പോയി 5 മണിക്ക് എഴുന്നേക്കാൻ പറ്റില്ലല്ലോ. ദാറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ മീ ആസ് വെൽ. സോ നമുക്കൊന്ന് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണം. ലെറ്റ്സ് സ്റ്റാർട്ട് അറ്റ് 20 minutes early and 20 minutes late. ഈ 2 രീതിയിൽ നമുക്ക് പതുക്കെ പ്ലാൻ ചെയ്ത് നോക്കാം. ഇതൊന്നാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള റുട്ടീനെ എങ്ങനെ മാനേജ് ചെയ്യാം. ഇപ്പോ തോന്നിയ സമയത്ത് ഉറങ്ങുക, തോന്നിയ സമയത്ത് ഭക്ഷണം കഴിക്കുക, whoever is there, മാനേജിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണോ വീട്ടിലുള്ളത് കുട്ടികൾ അവരുടെ രീതിയിലായിരിക്കും, അവർക്ക് ഷെഡ്യൂൾ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ കുട്ടിയുടെ സ്കൂൾ ടൈം വാട്ട് എവർ യുവർ ടൈം ഇസ്, സേ ഫോർ എക്സാമ്പിൾ 8 മണി മുതൽ 2 മണി വരെയോ 3 മണി വരെയോ ആണെങ്കിൽ, അല്ലെ ഹാഫ് ഡേ ആണെങ്കിൽ, ആ ഒരു റൊട്ടീനിലേക്ക് പതുക്കെ ഇവര് സെറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് വെച്ചാൽ ഒരു 7 മണിക്ക് എണീറ്റ് 8 മണി മുതൽ സ്കൂൾ ടൈം സ്റ്റാർട്ട് ചെയ്യുമല്ലേ. അപ്പൊ 8 മണിക്ക് മുതൽ കുഞ്ഞു ആക്ടിവിറ്റീസ്, കളറിംഗ് ആവട്ടെ, കസിൻസ് വെക്കുന്നതാകാം, അല്ലെ വ്ലോഗ്സ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നതാകാം, ലെഗോസ് കളിക്കുന്നതാകാം. ഇതിനൊരാൾ കൂടെ ഇരിക്കണ്ടേ എന്നാണ് ചോദ്യമെങ്കിൽ, കൂടെ ഇരിക്കാൻ ആരുമില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ജോലിയോട് കൂടി തന്നെ കുട്ടികളെ മാനേജ് ചെയ്യുന്ന രീതിയിൽ വലിയ അലമ്പില്ലാതെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാലോ. അതിനുള്ള പ്ലാൻസ് എന്താണെന്ന് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാമോ? ഞാൻ വിചാരിക്കുന്നത് കുറച്ചും കൂടെ വലിയ കുട്ടികളാകുമ്പോൾ നമുക്ക് അത്രയും വലിയൊരു ക്രൈസിസ് ഇല്ല, ബഹളം വെക്കുന്ന ടാൻട്രംസ് ഇല്ല, അങ്ങനെയില്ല. ടാൻട്രംസ് ഒക്കെ വരികയാണെങ്കിൽ ഈ 2 വീക്ക് അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, സ്ലോലി മെലോ ഡൗൺ ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊന്ന് ആലോചിക്കാം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഉള്ളതാണ് മീൽ ടൈം. നമുക്ക് സ്നാക്സും ലഞ്ചും ഒക്കെ സ്കൂൾ ബാഗില് ലഞ്ച് ബോക്സിനകത്ത് വെച്ചാണ് കൊണ്ടുവിടുക അല്ലെ. ഇനി വരുന്ന ഈ 2 ആഴ്ച നമ്മുടെ ലഞ്ചും മീലും സ്നാക്സും ഒക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത് നോക്കിയാലോ. ഒരു ബോക്സിനകത്ത് മോസ്റ്റ് ഓഫ് യു വുഡ് ഹാവ് ബോട്ട് എ ന്യൂ ലഞ്ച് ബോക്സ്, റൈറ്റ്? അതിലൊന്ന് പതുക്കെ നമുക്കും ലഞ്ച് ബോക്സ് കഴിക്കാം, കുട്ടികൾ നമ്മുടെ കൂടെ നിന്ന് കഴിക്കട്ടെ. അപ്പൊ ചെറിയൊരു പ്ലാനാണ്, ഒരു സ്ട്രക്ചറാണ്, ഒരു സമയത്ത് ഇന്ന കാര്യങ്ങൾ എന്നാണ്. പതുക്കെ വർക്ക്ഷീറ്റ് എടുത്തു കൊടുത്തിട്ട് ആസ് വാട്ട് എവർ യുവർ ചൈൽഡ് ഏജസ് ക്ലാസ്സസ് ഇല്ല. ഇപ്പൊ ഒരു CBSE ആണെങ്കിൽ എല്ലാം ഈ ലാംഗ്വേജസ്, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും നമ്പേഴ്സും ലെറ്റേഴ്സും ആൽഫബറ്റ്സും ഒക്കെ പഠിപ്പിച്ചു തുടങ്ങിയല്ലോ. അപ്പൊ അതിനെയൊക്കെ നമ്മുടെ ഈ ഡോട്ടഡ് ലൈൻസിന് ഒരുപാട് സാധനങ്ങൾ പോയി മേടിക്കണം എന്നല്ല, ഈവൻ ഒരു A4 ഷീറ്റിൽ നമുക്ക് തന്നെ കുത്തിട്ടിട്ട് എയോ ആയോ ഒക്കെ എഴുതി കൊടുത്താൽ അതിന്റെ മുകളിലൂടെ അവരെ എഴുതിപ്പിക്കുന്നതെങ്കിലും ആയിപ്പോഴേ. അങ്ങനെ കുഞ്ഞു ടാസ്ക് വഴി പതുക്കെ അവര് മറന്നുപോയ അക്ഷരങ്ങളെയും നമ്പേഴ്സിനെയും ഒക്കെ നമുക്കൊന്ന് പതുക്കെ ഓർമ്മിപ്പിച്ചാലോ. അവരുടെ പഴയ പാട്ടുകളോ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഓഡിയോ സോങ്സ് ടു റിമെമ്പർ, റൈംസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഫൊണറ്റിക്സ് ഇതൊക്കെ നമുക്കൊന്ന് സ്ലോലി പ്ലേ ചെയ്ത് പതുക്കെ അവരുടെ ഓർമ്മയിലേക്ക്, അവരുടെ ഈ അക്കാഡമിക് ഇയറിനെ പതുക്കെ നമുക്ക് കൊണ്ടുവന്നാലോ. നമ്മുടെ ഇനി ബുക്സ് പൊതിയും, ബാഗ്സ് റെഡിയാക്കും, യൂണിഫോംസിന് വേണ്ടി പുറത്തു പോകും. ഈ സമയത്തൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ അവരുടെ അക്കാഡമിക് എക്സ്പീരിയൻസും ഓർമ്മകളുമായിട്ട് പതുക്കെ ക്ലബ് ചെയ്യാൻ നോക്കിയാലോ. സ്ലോലി വി ക്യാൻ ബ്രിങ് ദം ബാക്ക്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത് നമ്മൾ ആസ് പാരന്റ്സ് നമുക്ക് സമയം കിട്ടുകയാണ്. പതുക്കെ നമ്മുടെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിൽ നിന്ന്
പതുക്കെ പുറകോട്ട് പോകാനും മുൻപോട്ട് പോകാനും കണക്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഗ്യാപ്പ്. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഉറക്കം ആൻഡ് സ്ക്രീൻ ടൈം അതെങ്ങനെ മാനേജ് ചെയ്യും? ഇത്രയും നാൾ കണ്ടിന്യൂസ്ലി ഒരുപാട് നേരം സ്ക്രീൻ കണ്ടുകൊണ്ടിരുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ഫോൺ ആണെങ്കിലും TV ആണെങ്കിലും മാറ്റാൻ പറ്റുമോ? പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് അടുത്ത വീക്ക് മുതൽ അല്ലെങ്കിൽ ഇന്ന ദിവസം മുതൽ വി ആർ ഗോയിങ് ടു ഹാവ് എ സ്മോൾ ഷെഡ്യൂൾ. ഒരു ഡീടോക്സ് പ്ലാനറാ വേണ്ടത് അല്ലെ? ഡീടോക്സ് പ്ലാനർ ഞാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഐ ഷെയർ എ ലിങ്ക് ഇൻ ദ കമന്റ് ബോക്സ്. യു വിൽ ഗെറ്റ് എ പ്ലാൻ ടു ഹെൽപ്പ് ഇറ്റ്. നമ്മള് സാധാരണഗതിയിൽ പാരന്റിംഗ് സെഷൻസിൽ കൊടുക്കാറുള്ള ഒരു ഹെൽപ്പാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാവോ? ഗ്രാൻഡ് പാരന്റ്സ് വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് കൂടി നിങ്ങൾ എടുക്കും. നിങ്ങൾ നമ്മളെക്കാളും കൂടുതൽ ഐഡിയാസ് ചിലപ്പോൾ അവരുടെ അടുത്തും ഉണ്ടാവാം. ഇതൊക്കെ കുഴപ്പമില്ല, പെട്ടെന്ന് ഓക്കെ ആവും എന്ന് പറയുന്നവരോട് ഒന്ന് ചോദിച്ചു നോക്കൂ. എല്ലാ ദിവസവും 10 മണി വരെ കിടന്ന് ഉറങ്ങുന്ന ഒരാള് പെട്ടെന്ന് ഒരു ദിവസം 7 മണിക്ക് എണീക്കാൻ പറഞ്ഞാൽ അത് പോസിബിൾ ആവുമോ? അല്ലല്ലോ. ബ്രഷിങ്, രാവിലെയുള്ള കുളി, ഒരുക്കം, ഇതെല്ലാം കെയോസി ആവും. റൈറ്റ്? അങ്ങനെ കെയോട്ടിക് ആയിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത ഒരു കുട്ടിക്കും നമുക്കും ഡേ ഹാപ്പി ആക്കാനോ ഫ്രൂട്ട്ഫുൾ ആക്കാനോ നന്നായിട്ട് ഇരിക്കാനോ പറ്റില്ലല്ലോ. സോ അത് അച്ചീവ് ചെയ്യാനാണ് നമ്മൾ ഇപ്പോഴേ പതുക്കെ തുടങ്ങുന്നത്. സ്ലോലി സ്ട്രാറ്റജീസ് നോക്കാം. രാത്രി സ്ക്രീൻ ടൈം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്നുള്ളതിന് പകരം ഒരു 1 hour മുൻപ് നമുക്ക് ഈ സ്ക്രീൻസ് ഒക്കെ ഓഫ് ചെയ്താലോ? ഈ 1 hour നമുക്ക് ചുമ്മാ അവരോട് വർത്താനം പറയാം. അറ്റ്ലീസ്റ്റ് അവരെ കേൾക്കാം. എന്റെ സെഷൻസിലെ പേരൻസ് വരുമ്പോ പറയുന്ന ഏറ്റവും വലിയ കാര്യം ഉറക്കാൻ കിടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മിണ്ടുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെയും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ നമുക്ക് ഈ ടൈം ഉപയോഗിച്ചാലോ? 8 മണിക്കാണ് പോട്ടെ, 10 മണിക്ക് ഉറങ്ങണം എന്നാണെങ്കിൽ നമുക്കൊരു 8-8:30 ആകുമ്പോഴത്തേന് അവരുടെ കൂടെ പോയി കിടന്നാലോ? പണി അവിടെ പെൻഡിങ് ആവുമെന്നല്ലേ? ഐ ഗെറ്റ് ഇറ്റ്. പക്ഷെ നമുക്ക് ഈ സ്ട്രക്ചറും റൊട്ടീനും ഫ്ലോ ഓഫ് ഇവന്റ്സും ഒന്ന് സെറ്റ് ചെയ്താൽ ഈ പണി നമുക്ക് സ്ലോലി മാനേജ് ചെയ്യാൻ പറ്റില്ലേ? നമ്മൾ അഡൽസ് ആകുമ്പോ 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യം നമുക്കൊരു 5 മിനിറ്റ് കൊണ്ടോ 7 മിനിറ്റ് കൊണ്ടോ സ്പീഡിൽ ചെയ്യാനും പറ്റുള്ളൂ. ആസ് വി ആർ ഗെറ്റിംഗ് സ്ട്രെസ്ഡ്, നമ്മൾ എത്രത്തോളം നമ്മളെ സ്പീഡ് ആക്കുന്നോ അത്രത്തോളം അൺകോൺഷ്യസ്ലി നമ്മളെ കുട്ടികളെയും ഹൈപ്പർ വിജിലന്റ് ആക്കാം. നമ്മളെയും അവര് ഹറി ചൈൽഡ് ആക്കിക്കൊണ്ടിരിക്കാൻ. നമുക്ക് ചെയ്യല്ലേ? നമുക്ക് സ്ലോ ഡൗൺ ചെയ്യും. If we are calm enough, we will be very calm to deal with our child as well. അപ്പം ഉറക്കത്തിലായിരുന്നല്ലേ നമ്മള് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് അവരുടെ കഥകളും അവർക്ക് പറയാനുള്ളതും എല്ലാം ചുമ്മാ കേൾക്കും. നിങ്ങൾ വെറുതെ ലിസൺ ചെയ്താൽ മാത്രം. ഇഫ് പോസിബിൾ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് ആ സമയത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കഥകൾ പറഞ്ഞു കൊടുത്താലോ? ഇനി കഥ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലേ, വി ഹാവ് ലാല സ്റ്റോറീസ് ഓൾസോ. നമുക്ക് സ്ലോലി അതിലൂടെ കഥകൾ പറയുകയും ചെയ്യും. അപ്പൊ ഞാൻ ഹെൽപ്ഫുൾ ആയിട്ട് എടുക്കുന്ന ഒരു വലിയ ടെക്നിക്കാണ്. കഥ ഒറ്റയ്ക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഐ ലിസൺ ടു ദ ലാല സ്റ്റോറീസ്. ആൻഡ് ലാല എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം. അപ്പം പ്ലേ ചെയ്ത് കൊടുത്ത് ഒരു 2-3 ദിവസം നമ്മുടെ കുട്ടികളുടെ കൂടെ കിടന്ന് ഈ സ്റ്റോറീസ് കേൾക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ഗെറ്റ് ഇൻ ടു ദർ റൂട്ടീൻ. അപ്പൊ ഇത് കേട്ട് അവർക്ക് ഉറങ്ങി പോകാനും പറ്റും. അപ്പൊ അങ്ങനെ കഥ പറഞ്ഞു കൊടുത്തോ, കഥ കേൾപ്പിച്ചോ, ഒരുമിച്ച് കഥകൾ പറഞ്ഞോ, പതുക്കെ പറഞ്ഞ് നമുക്ക് ഉറങ്ങാം. അപ്പോ ഒരുപാട് ലേറ്റ് ആയി പെട്ടെന്ന് ഉറങ്ങുന്ന, ബഹളം വെപ്പിച്ച് ഉറങ്ങുന്ന ഒരു സ്പേസിൽ നിന്ന് സ്ലോലി നമുക്ക് പതുക്കെ ഉറങ്ങാനുള്ള സ്ഥലത്തേക്ക് മാറാം. വളരെ പതുക്കെയാണ് ഈ ട്രാൻസിഷൻ. നമുക്ക് സമയമുണ്ട്. മോർ ദാൻ 10-15 days നമ്മുടെ കയ്യിലുണ്ട് അക്കോർഡിംഗ് ടു ദ റീ ഓപ്പണിംഗ് ഡേ. ക്യാൻ യു സ്റ്റാർട്ട്? ബട്ട് ഇഫ് യു തിങ്ക് ഈ കഥ പറഞ്ഞു കൊടുത്താൽ പിന്നെയും ക്യൂരിയസ് ആവുള്ളൂ, പിന്നെയും കഥ ചോദിക്കുള്ളൂ, ബെഡ് ടൈം സ്റ്റോറീസ് ഒന്നും വർക്ക് ആവില്ല. What do you do? Can we try humming lullabies or എന്തെങ്കിലും പാട്ടുകൾ വെച്ച് നോക്കിയാലോ? അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ കെട്ടിപ്പിടിച്ച് ഒന്ന് കോസിയായി സ്ലോലി പാട്ട് ചെയ്തിരുന്നാലോ? കുട്ടികളെ ഉറക്കിയിട്ട് നിങ്ങൾ ഉറങ്ങാം എന്ന് വാശി പിടിക്കണ്ട. നമുക്ക് ഒരുമിച്ച് ഉറങ്ങാൻ പോവാം. ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് കോസിയായിട്ട് നമുക്കും അവരുടെ കൂടെയാണ് ഉറങ്ങുന്നതെങ്കിൽ കുറച്ച് ദിവസം എടുത്താൽ അവർ ആ ഒരു ഷെഡ്യൂളിലേക്ക് പതുക്കെ വന്നു. ബട്ട് ലെറ്റ് ദം നോ ഇഫ് യു ആർ ഗോയിങ് ടു മൂവ് ഔട്ട് ഓഫ് ദം ഫ്രം ദ ബെഡ്, അവരോട് നേരത്തെ പറഞ്ഞില്ല. അമ്മ ഉറങ്ങുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും, ഉറക്കി കഴിഞ്ഞിട്ട് അമ്മ അമ്മയുടെ റൂമിൽ പോകും കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്ന് വിളിച്ചാൽ മതിയേ എന്ന്. ഓക്കെ, സ്ലോലി നമുക്ക് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്തതിനെ കുറിച്ച് ആലോചിക്കാം. ഒരു 6 years മുകളിലുള്ള കുട്ടികളാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ ഇനി വരാ ദിവസങ്ങളെ റൊട്ടീൻ നമുക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്താലോ? ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്സ് എല്ലാം ഒരുമിച്ച് ഡിസൈഡ് ചെയ്താലോ? ഐ എം നോട്ട് സെയിങ് ടു ആസ്ക് ദം, യു ഗിവ് ദം ഓപ്ഷൻസ്. ഒരു 5-6 ഓപ്ഷൻസ്. ആ 5-6 ഓപ്ഷൻസ് ദിവസങ്ങൾക്കനുസരിച്ച് അവർ ഷെഡ്യൂൾ ചെയ്യട്ടെ. അപ്പൊ രാവിലെ എണീറ്റിട്ട് ഇന്ന് എന്തുണ്ടാക്കും എന്ന് ആലോചിച്ച് സമയം കളയുന്നതിനേക്കാളും എളുപ്പമായിരിക്കില്ലേ? രാവിലെ എണീക്കുമ്പോൾ ദോശയും ചമ്മന്തി ഉണ്ടാക്കണ്ടേന്ന് നമുക്ക് അറിയാമെങ്കിൽ അത് പ്ലാൻ ചെയ്യാനും നമുക്ക് എളുപ്പമായിരിക്കില്ലേ? അങ്ങനെ കുട്ടികളെയും നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ആക്കാം. സ്ലോലി
ഡെലിഗേറ്റ് ചെയ്യാം. ആരൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടാസ്ക് യൂണിഫോം ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ, കുക്ക് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ, വൈഫിന് എന്താ ചെയ്യേണ്ടത്, ഇവർ റെഡിയാക്കുന്ന ഒരാളാണെങ്കിൽ മറ്റൊരാൾ എന്തായിരിക്കും ചെയ്യാൻ. അക്കോർഡിംഗ് ടു യുവർ ഹോം ട്രൈ ടു ഡെലിഗേറ്റ് എ ടാസ്ക് ആൻഡ് സ്ലോലി ഇതൊരു കളക്റ്റീവ് എഫേർട്ടായി നമുക്ക് ഒരുമിച്ച് ബാക്ക് ടു സ്കൂൾ സ്ട്രെസ് ഫ്രീ ആയി. ഓൾ ദി ബെസ്റ്റ്.